പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 52-ാം സങ്കീർത്തനം, അതിന്റെ 8-ാമത്തെ വാക്യം. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് പുതിയ പേരിട്ടിരിക്കുന്നത് ഒലിവ് വൃക്ഷം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓമന പേരുകൾ, വാഗ്ദത്ത നിറയപ്പെട്ട പേരുകൾ, ദൈവകൃപയുള്ള പേരുകൾ, അതിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളെ എന്റെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ എന്റെ മാത്രം കർത്താവ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ പറയാം. എനിക്ക് വേണ്ടി മാത്രം ക്രൂശിൽ മരിച്ച കർത്താവ് നിങ്ങൾക്കും പറയാം. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുത്ത് എനിക്ക് രക്ഷ തന്ന ഓമന പേരിട്ട് എന്നെ വിളിച്ചു. നീ എന്റെ ആലയത്തെങ്കിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണ്. അത് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് എന്റെ ആലയത്തെങ്കിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ആരും നിങ്ങളെ അങ്ങനെ പേര് പറഞ്ഞ് വിളിച്ചിട്ടില്ല. ഉണ്ടോ? ഒരു കുഞ്ഞും വിളിച്ചിട്ടില്ല. നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ നിങ്ങളുടെ സഭയിലെ ഇടയനോ നിങ്ങളുടെ ഒരു സ്നേഹിതന്മാര് പോലും, സഹോദര സഹോദരി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ഒരു ഒലിവ് വൃക്ഷമാണെന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒലിവ് വൃക്ഷത്തിന് അനവധി പ്രത്യേകതകളും മഹാത്മ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നീ ഒരു ഒലിവ് വൃക്ഷമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷിക്കണം. നിന്നെ എന്റെ കർത്താവ് വിളിച്ച ഓമന പേരാണ് ഒലിവ് വൃക്ഷം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ വചനം വായിച്ചിട്ടെന്ന് പറയാൻ കഴിയുമോ? ഞാൻ എന്റെ കർത്താവിന്റെ ആലയത്തെങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷമാണെന്ന് നിങ്ങൾ സ്വയമേ ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങളുടെ മനസ്സിന് വലിയൊരു കുളിർമ കിട്ടും, രക്തം ചെയ്യാൻ. നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലുമാണ്. വളരെ പ്രതിയോഗികൾ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാണെങ്കിലും നിങ്ങളൊക്കെ പറയുന്നേ, ഞാൻ എന്റെ കർത്താവിന്റെ ആലയത്തിലെ ഒലിവ് വൃക്ഷമാണ്. ഈ വചനം ദാവീദ് പറയുമ്പോൾ ദാവീദിന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇത് പറയുവാനുള്ള ദൈവകൃപയാണ് നമുക്ക് വേണ്ടിയത്. നമ്മുടെ ഓമന പേരിട്ട് വിളിക്കുന്ന പേരുകളുടെ അർത്ഥങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ നോക്കി പഠിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പേരുകൾ. ഹല്ലേലൂയ. ഈ 52-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദാവീദിന്റെ ഒരു ധ്യാനമാണ്. ഏദോമിനായ ദോവേഗിൽ ചെന്ന് ശൗലിനോട് ദാവീദ് അബീമേലെക്കിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ ഹല്ലേലൂയ ദാവീദ് പാടിയതാ. ദാവീദിനെതിരെ ദോവേഗിന്റെ വലിയ ആരോപണം ശൗലിനോട് ചെന്ന് പറയുക. ദാവീദിനെ ഏതെങ്കിലും വിധത്തിൽ വകവരുത്തണം. ഹല്ലേലൂയ. ദാവീദിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാം. അങ്ങനെ മാനസികമായി തകർന്ന ഒരനുഭവം ഉണ്ടായിരിക്കാം ദാവീദിന്. ഞാനൊക്കെ ചിന്തിക്കുന്നതാണ്. ആ ഒരു അനുഭവത്തോടെ ആയിരിക്കാം ദാവീദ് കടന്നുപോയത്. അങ്ങനെയുള്ള സമയത്ത് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനോട് പറഞ്ഞു, എന്റെ മകനെ ദാവീദേ, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ എന്തിനാണ് ദോവേഗിനെ ഭയപ്പെടുന്നത്? നീ എന്തിനാണ് ശൗലിനെ ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ നീ ആരെയാണ് വേദനിച്ച് അല്ലെങ്കിൽ ഭയപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കർത്താവ് ദാവീദിനോട് ചോദിച്ചപ്പോൾ ദാവീദിനോട് ദൈവം പറഞ്ഞു, മകനെ നീ ഒലിവ് വൃക്ഷമാണ് എന്ന് പറഞ്ഞാൽ, അത് ദാവീദ് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു സന്തോഷം ഉണ്ടാകണം, രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാലും ഹല്ലേലൂയ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ഒരു ഉണർവ്, ആത്മാവിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അങ്ങ് മാറുമെന്ന്.
അപ്പൊ ദാവീദിനെതിരെ വലിയ പ്രതിയോഗികൾ, വലിയ കൂട്ടം ജനം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ ഭക്തൻ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നിൽക്കാൻ കാരണം ദൈവവചനം തന്റെ ഉള്ളിൽ സമയാസമയങ്ങളിൽ ലഭ്യമാകുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു അനുഭവത്തിലേക്ക് വരണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. മനുഷ്യനല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ടെന്ന്. സ്തോത്രം. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ചിലർ പറയും എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു വിഷയവുമില്ല, ഞാൻ എല്ലാം കൂടെ സുഖവാനാന്ന് പറയും. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു പറയും. പക്ഷെ എൻ്റെ ഉള്ളിൽ നീറുന്ന വിഷയങ്ങളുണ്ട്, അതാരോടും പറയുന്നില്ല. ഇത് തന്നെയാണ് പ്രിയരെ മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് നേരെ എഴുന്നേറ്റ് വരുമ്പോൾ, എരിയുന്ന തീച്ചൂടുടെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, എല്ലാവിധത്തിലും ഒറ്റപ്പെടുമ്പോൾ, ശത്രു നമുക്കെതിരെ പ്രബലനായി മാറുമ്പോൾ, ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ കഴിയുമോ ശ്രോതാവേ, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന വൃക്ഷം പോലെയാകുന്നു, ഞാൻ ദൈവത്തിന്റെ ദയയിലേക്കും ആശ്രയിക്കുമെന്ന്. ഒരു വിടുതൽ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ആ വചനത്തിനകത്ത് വലിയ അത്ഭുതം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ശത്രു നശിപ്പിക്കുവാൻ നോക്കിയെങ്കിലും, ദാവീദിനെ ശത്രു നശിപ്പിക്കാൻ നോക്കിയെങ്കിലും ആലയത്തിന് സമീപം തഴച്ചു നിൽക്കുന്ന ഒലിവൃക്ഷം പോലെ ഞാൻ ആയിരിക്കുന്നുവെന്ന് ഈ ഭക്തൻ പറയുക. ശത്രു തന്നെ നശിപ്പിക്കാൻ കടന്നു വരുമ്പോഴും, തകർക്കുന്ന സാഹചര്യം വന്നു നിൽക്കുമ്പോഴും, ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ പോകാൻ കഴിയാതെ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുമ്പോൾ പുള്ളി പറയുകയാണ്, ഞാൻ ആലയത്തിന്റെ പരിസരത്ത് തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെയാണെന്ന്. സങ്കടം പോയില്ലേ ആ പുള്ളിയെ? അദ്ദേഹത്തിന്റെ സങ്കടമെല്ലാം പോയില്ലേ? ആ ഒറ്റ വാക്കിനകത്ത് ദാവീദ് നിവർന്നു നിൽക്കുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒലിവൃക്ഷം പോലെ ഞാൻ ആയിരിക്കുന്നു പറയുക. ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ഒലിവൃക്ഷം എന്ന മരത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഈ ഒലിവൃക്ഷം എന്ന് പറയുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിയതിനാൽ ദാവീദ് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ നാളുകളെ പോലെ ഇനിയും കാത്തിരിക്കുന്നു. ദൈവം എന്തെല്ലാം ചെയ്തു തന്നു എന്ന്, എന്തെല്ലാം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിലവാരത്തിലൂടെയാണ് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കടന്നുപോയ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ശത്രുവിനെ നശിപ്പിക്കുവാൻ പല തന്ത്രങ്ങളുമായി കടന്നു വന്നപ്പോൾ അതിന്റെ നടുവിലൊക്കെ നീ തളർന്നു പോകാതെ നിന്നത് ദൈവം നിന്നെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഒലിവൃക്ഷം പോലെ ദൈവം സൂക്ഷിച്ചത് കൊണ്ടാണ് നീ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. വ്യക്തം ചെയ്യാം. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിധിയൊന്ന് സ്തോത്രം പറയാമോ? ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ആ മഹത്വം കർത്താവിന് കൊടുക്കാൻ കഴിയുമോ? ഒന്ന് പറഞ്ഞു നോക്കിയാട്ട്, ഞാൻ ദൈവത്തിന്റെ ആലയത്തിങ്കിലെ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കണമെന്നാണ്. രോഗക്കിടക്കയിലാണോ സഹോദര സൗരിപ്പോൾ? നരിയാണി ഉറപ്പിച്ച് എഴുന്നേറ്റിരിക്കാൻ കഴിയാതെ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, മറ്റൊരാളുടെ സഹായം കൂടാതെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഹല്ലേലൂയ. വിവിധ ബാധ്യതകളാൽ നീ മനമെടുത്തിരിക്കുകയാണോ? നീ ദൈവത്തിന്റെ എഴുന്നേറ്റ് പറ, ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിങ്കിലെ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷമാണ്, ഞാൻ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, ഞാൻ ഐശ്വര്യമാണ് എന്ന് നീ ഒന്ന് പറഞ്ഞു നോക്കിയാട്ട് ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകും. രക്തം ചെയ്യാം. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് ദൈവവചനം പറയുക. അപ്പൊ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ഒലിവൃക്ഷത്തെ കാണുന്നത്. അതിനെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഈ ഒലിവൃക്ഷമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ സുരക്ഷിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 112 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 112 സങ്കീർത്തനം ഹല്ലേലൂയ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അതെ, ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഒലിവൃക്ഷമായി ദൈവം നിന്നെ ഭൂമിയിൽ വേർതിരിച്ച് ദൈവസഭയുടെ ഭാഗമാക്കി നിർത്തിയിരിക്കുമ്പോൾ നീ ദൈവകൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോയാൽ സ്തോത്രം, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. ഹല്ലേലൂയ. അവന്റെ നീതി എന്നേക്കും നിന്നോട് കൂടെ ഇരിക്കും.
അപ്പൊ നീ സാധാരണക്കാരനാണ്, സാധാരണക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ താഴ്ന്നു പോകാതെ നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ യിരെമ്യാ പ്രവാചകന്റെ ലേഖനം പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിന്റെ 11-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് വരും. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുന്നത് കർത്താവ് നിങ്ങളെ പച്ചയായ ഒലിവൃക്ഷത്തോട് താരതമ്യം ചെയ്ത് ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ലോകത്തിൽ കോടിക്കണക്കിന് വൃക്ഷങ്ങളുണ്ട്. ഈ ലോകത്തിൽ കോടിക്കണക്കിന് വൃക്ഷങ്ങളുണ്ട്, വിവിധമായ വൃക്ഷങ്ങൾ. നമുക്കെല്ലാ വൃക്ഷത്തെ അറിയത്തില്ല. എല്ലാ വൃക്ഷങ്ങളുടെയും എല്ലാ ചെടികളുടെയും പേരുകൾ പോലും നമുക്കറിയത്തില്ല. എല്ലാ വൃക്ഷങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല. ഏതെല്ലാം രാജ്യത്ത് ഏതെല്ലാം തരത്തിലും നിറത്തിലും വർണ്ണത്തിലുള്ള വൃക്ഷങ്ങളാണ് ഉള്ളത് നമുക്കറിയില്ല. ഏതെല്ലാം ചെടികളാണ്, ഏതെല്ലാം സസ്യം, ഏതെല്ലാം സുഗന്ധം പരത്തുന്ന, ഏതെല്ലാം പുഷ്പങ്ങൾ തരുന്ന സസ്യങ്ങളാണ് നമുക്ക് എല്ലാത്തിനെയും അറിയത്തില്ല. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളെയും നമ്മൾ അറിയാതിരിക്കെ കർത്താവ് വെച്ച് പിടിപ്പിച്ച് കർത്താവ് നട്ടു വളർത്തിയ ലോകത്തിലുള്ള ഐശ്വര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഒലിവ് വൃക്ഷത്തെ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണ്ണുകൊണ്ട് ആ ഒലിവ് വൃക്ഷത്തെ കണ്ടിട്ട് നമ്മുടെ കർത്താവ് പറയും, ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഒലിവ് വൃക്ഷമായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന്. രക്തജയം. ഹല്ലേലൂയ. കണ്ടോ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയത്, കർത്താവിന്റെ കണ്ണുകൊണ്ട് മാത്രം കണ്ട ദൈവം ഭൂമി സൃഷ്ടിച്ച കോടിക്കണക്കിന് വൃക്ഷലതാദികളുടെ ഇടയിൽ നിന്ന് ഒരു വൃക്ഷത്തെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് പറയുക, നീ എന്റെ ആലയത്തെങ്കിൽ ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു. ഒന്ന് കരമടിച്ചൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദിനെതിരെ ദുരാലോചനയുമായി ഗൂഢാലോചനയുമായി ശൗലോട് ചെന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആ സമയത്ത് ദാവീദ് ഈ സങ്കീർത്തനം ചമച്ചപ്പോൾ ദാവീദിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ആലോചനയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, വെല്ലുവിളികളെ നേരിടുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവവചനം വെക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഒരാളോട് പ്രതികാരം തോന്നുമ്പോൾ, ഒരാൾക്ക് നിന്നോട് പ്രതികാരം തോന്നുമ്പോൾ, നിനക്ക് ശത്രുത ഏറി വരുമ്പോൾ, നിനക്ക് ഉപദ്രവങ്ങൾ ഏറി വരുമ്പോൾ, നീ വളരെ നിന്ദിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, ശത്രു സൈന്യം നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, എല്ലാ വിധത്തിലും നീ തകർക്കപ്പെട്ടവനായി മാറുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നീ അവരെ നോക്കി പിറുപിറുക്കാതെ, അവർക്കെതിരെ സംസാരിക്കാതെ, ഹല്ലേലൂയ, നിന്റെ ഉള്ളിന് ദൈവവചനം പുറത്തേക്ക് വരണം. ഹല്ലേലൂയ. ദാവീദിനെ പോലെ പറയണം, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു. വേണമെങ്കിൽ ദാവീദിനെ നോക്കിയിട്ട് അവൻ മോശമാണ്, ദോഷക്കാരനാണ്, അവനെ വിടരുത്, അവനെ നമുക്ക് തകർക്കണം, കൊന്നുകളയണം എന്നൊക്കെ ദാവീദിന്റെ കൂടെ നിൽക്കുന്നവരോട് പറയാം. വേണമെങ്കിൽ അവനെ ഉപദ്രവിക്കാം, പീഡിപ്പിക്കാം, അവനെ ഏതെങ്കിലും വിധത്തിൽ ഉന്മൂലനാശം ചെയ്യുവാൻ ദാവീദിന് കഴിയുമെങ്കിലും ദാവീദ് അവിടെ അവനെതിരെ ഒരു വാക്കുപോലും പറയാതെ, അല്ലെങ്കിൽ പിറുപിറുക്കാതെ, തന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തിട്ട് പറയാ, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെ. ശത്രുവിനോട് പറഞ്ഞു വരുത്താൻ എന്റെ ഉള്ളി ഒരുങ്ങിയത്. ദാവീദിന്റെ പുള്ളി നോക്കുക, തന്റെ സ്വയം ജീവിതത്തിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് താൻ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് പറയാം, ഞാൻ ഐശ്വര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഒരു വൃക്ഷമാണ്, എന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. സാത്താൻ നിനക്കെതിരെ എന്തെല്ലാം തന്ത്രങ്ങൾ കൊണ്ടുവന്നാലും, എന്തെല്ലാം തന്ത്രങ്ങൾ നിനക്കെതിരെ മെനഞ്ഞാലും, നിന്നെ തകർക്കുവാൻ ശത്രു സൈന്യം എഴുന്നേറ്റാലും, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ, നിന്നെ നീക്കിക്കളയുവാൻ പിശാച് കൊണ്ടുവരുന്ന പദ്ധതിയുടെ നടുവിൽ നീ എഴുന്നേറ്റ് നിന്ന് പറയണം, ഞാൻ ദൈവത്തിന്റെ ആലയത്തിലെ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണ്, ഞാൻ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുക, നിനക്കെന്നെ തകർക്കാൻ കഴിയുകയില്ല എന്ന് പിശാചിന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയണം. ഹല്ലേലൂയ. പിശാചിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു പറയണം. അല്ല പിശാച് കേൾക്കുമ്പോഴത്തേക്കും മുട്ടിടിക്കരുത്. ചില ആളുകളൊക്കെ പിശാച് സാത്താൻ എന്ന് കേൾക്കുമ്പോഴത്തേനും
മുട്ടിടിച്ച് വിറച്ച് പിന്നെ സംസാരിക്കാൻ പോലും പറ്റാതെ ചിലരൊക്കെ കുഴഞ്ഞ് കറങ്ങിയൊക്കെ വീഴുക. അല്ലെങ്കിൽ സാത്താനെ നീ എന്തിനാ പേടിക്കുന്നേ? പിശാചിനെ നീ എന്തിനാ സഹോദര സഹോദരി പേടിക്കുന്നേ? അവൻ നിന്നെ ഒരു ചുക്കും ചെയ്യത്തില്ല. അല്ലേലുയ. നാടൻ ഭാഷയിലൂടെ ഞാൻ പറഞ്ഞതാ കേട്ടോ. നമ്മൾ പറയില്ലേ അവനെ ഒരു ചുക്കും ചെയ്യത്തില്ല. നിനക്ക് പറഞ്ഞാൽ പിശാച് നിന്നെ ഒന്നും ചെയ്യത്തില്ല. അവന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഈ തന്ത്രങ്ങളാ. അല്ലേലിയ. ദൈവം നിന്നെ ഈ ലോകത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വർഷം അവന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി വെച്ചിരിക്കുക. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആമി സകല വൃക്ഷങ്ങളിലും വെച്ച് അതിവിശിഷ്ടമായ വൃക്ഷമാണ് ഒലീവ് വൃക്ഷം. കോടാനുകോടി വൃക്ഷങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിലായി ആമിനുണ്ട്. ദൈവം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, ദൈവം വളർത്തിയിട്ടുണ്ട്. അങ്ങനെ കോടാനുകോടി വൃക്ഷങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുന്ന ഈ ഭൂമിയിൽ അതിവിശിഷ്ടമായ സുഗന്ധം പരതുന്ന ആമിൻ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഒലീവ് വൃക്ഷത്തെ ഇവിടെ കർത്താവ് കണ്ടു. ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിൽ നിലവിളക്കിൽ എണ്ണ ഒഴിക്കാൻ ആമി ഒലീവ് വൃക്ഷത്തിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അതേ കോടാനുകോടി വൃക്ഷങ്ങളിൽ ആമി ഇടയിൽ നിന്ന് അതിവിശിഷ്ടമായ ഒരു ഒലീവ് വൃക്ഷത്തെ ദൈവം തപ്പിയെടുത്തെങ്കിൽ, അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ, ദൈവത്തിന്റെ കണ്ണു കണ്ടെങ്കിൽ ആ ഒലീവ് വൃക്ഷമായി ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണെന്ന് നീ ചിന്തിക്കണം. രക്തം ചെയ്യും. എന്താണെന്ന് ഓർത്തു നോക്കി. കോടിക്കണക്കിന് ജനം വസിക്കുന്ന ഈ ലോകത്തിൽ, കോടാനുകൂടി ജനം വസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ കണ്ണ് നിന്നെ കണ്ടില്ലേ? ഹല്ലേലൂയ. കർത്താവ് നിന്നെ ശ്രദ്ധിച്ചില്ലേ? നിന്റെ അവസ്ഥ അറിഞ്ഞില്ലേ? നിന്റെ സാഹചര്യങ്ങൾ അറിഞ്ഞില്ലേ? നിന്റെ കുടുംബത്തിന്റെ ജീവിത രീതി, നിന്റെ കുടുംബ പശ്ചാത്തലം അറിഞ്ഞില്ലേ? നീ വേദനപ്പെടുന്ന, നീ മനസ്സുകൊണ്ട് നീറുന്ന വിഷയങ്ങൾ കർത്താവ് അറിഞ്ഞില്ലേ? അതിന്റെ നടുവിൽ നിന്നല്ലേ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്, ദൈവം നിന്നെ വേർതിരിച്ചത്. അതിവിശിഷ്ടമായ സുഗന്ധം പരത്തുന്ന ഐശ്വര്യത്തിന് പ്രതീകമായ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷമായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തില്ലേ? അങ്ങ് സ്തുതിക്ക് സഹോദര, അങ്ങ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അങ്ങ് ദൈവത്തെ ഹൃദയം നിറഞ്ഞങ്ങ് ആരാധിക്കുക. ഈ വചനമൊക്കെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറട്ടെ. നിന്നെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധമായ ഈ പ്രഭാതത്തിൽ ചില ശക്തമായ ദൂതുകൾ പറയുന്നത്, ചില വ്യക്തിയോട് ദൈവം ശക്തമായ ഇടപെടലില് അവൻ നടത്തുന്നത്, നിന്നെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല, നിന്നെ നശിപ്പിക്കുവാൻ ഒരിക്കലും ആർക്കും കഴിയത്തില്ല. കോടാനുകോടി വൃക്ഷങ്ങൾ നടുവിൽ അതിവിശിഷ്ടമായ ഒരു വൃക്ഷത്തെ ദൈവം കണ്ടതുപോലെ കോടാനുകോടി ജനത്തിന്റെ ഇടയിൽ നിന്നെ ദൈവം തെരഞ്ഞെടുത്ത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഒരു വൃക്ഷമായി ദൈവം നിന്നെ ദേശത്താക്കി വെച്ചിരിക്കുമ്പോൾ നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിൽ ഒരുവനും കഴിയില്ല. രക്തം ചെയ്യ കരപിടിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട്. രക്തം ചെയ്യം. അല്ലേ, ഞാൻ ഈ നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന അതിവിശിഷ്ടമായ പേരുകളൊക്കെ കേൾക്കുമ്പോൾ, വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്തന്മാർ എഴുതിയിരിക്കുന്ന അനവധി പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. അല്ലേ, അപ്പൊ ഞാൻ ഈ ദൈവത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് കഴിഞ്ഞ പകലുമൊക്കെ ഈ വചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോ, അല്ലേ, ഞാൻ ഈ വചനം ശുശ്രൂഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവത്തിന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് എന്റെ കർത്താവ് പറഞ്ഞു, കോടാനുകൂടി വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത അതിവിശിഷ്ടമായ ഒരു വൃക്ഷമാണ് നീ. അല്ലേറിയ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, നീ സൗരഭ്യം വരുന്നവനാണ്, നീ ആ ഒരു വർഷം പോലെ നിന്ന് ദൈവത്തിന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നേക്ക് കർത്താവ് ഒരു നല്ലൊരു പേര് തന്നു, ഒരു വൃക്ഷം. അല്ലേറിയ നിങ്ങളെ അങ്ങനെ കർത്താവ് വിളിച്ചത് കേട്ടോ, സ്തോത്രം. അതെ സഹോദര, നീ ഒരു ഒലിവ് വൃക്ഷം. നിന്റെ കുടുംബത്തിനകത്തുള്ളവരിൽ നിന്ന്, നിന്റെ ബന്ധുക്കളിൽ ചാർച്ചക്കാരുടെ നടുവിൽ നിന്ന്, നീ താമസിക്കുന്ന ദേശത്തും ഗ്രാമത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്തു നിന്ന്, നീ ആയിരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് രാജ്യത്തിനകത്തു നിന്ന് ദൈവത്തിന്റെ കണ്ണ് നിന്നെ കണ്ടു. അല്ലേ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം നിന്നെ കണ്ടു. ദൈവം നിന്നെ തഴച്ചിരിക്കുന്ന ഒരു വർഷമായി തെരഞ്ഞെടുത്തു. അല്ലേ, അതുകൊണ്ട് നിനക്ക് പ്രശംസിക്കുവാനുണ്ട്. രക്തം ചെയ്യും. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുന്നു. അപ്പൊ അതിവിശിഷ്ടമായ ഒലിവ് വൃക്ഷമാണ് നിങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ഒലിവ് വൃക്ഷത്തിൽ ശ്രേഷ്ഠമായ ഒലിവെണ്ണയുണ്ട്. ഒലിവ് വൃക്ഷത്തിൽ അതിശ്രേഷ്ഠമായ ഒലിവെണ്ണയുണ്ട്. അല്ലേ, അതുപയോഗിച്ചാണ് അഭിഷേക തൈലം ഉണ്ടാക്കുന്നത്. ഒലിവ് വൃക്ഷത്തിൽ അതിവിശിഷ്ടമായ ഒലിവെണ്ണയുണ്ട്. അത് ഉപയോഗിച്ചായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ
അഭിഷേകത്തിനുള്ള എണ്ണ അല്ലെങ്കിൽ തൈലം ഉണ്ടാക്കിയിരുന്നത്. മാത്രമല്ല ഒലിവ് മരം വെള്ളത്തിൽ ചീഞ്ഞു പോകയില്ല. ഈ ഒലിവ് മരം എന്ന് പറഞ്ഞത് വെള്ളത്തിൽ വീണ് കിടന്നാലും ചീഞ്ഞു പോകയില്ല. രക്തം ചെയ്യാം. ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിർത്തി ഈ ഒലിവ് വൃക്ഷം, ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ ഒലിവ് വർഷം അവൻ നിലനിൽക്കും. എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിയേ, ദൈവത്തിന്റെ സഭയുടെ പ്രാരംഭം എന്ന് പറയുന്നത്, പുതിയ നിയമസഭയുടെ പ്രാരംഭം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അവസാനിച്ച് കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചത് അപ്പോസ്തലപ്രവൃത്തി 2 നമുക്കറിയാം. അവിടെ തുടങ്ങിയതാണ് ദൈവത്തിന്റെ സഭയുടെ ആരംഭം. ദൈവസഭ അവിടുന്ന് കേട്ടോ. പെന്തക്കോസ്ത് നാളിൽ ഉടലെടുത്തതാണ് യഥാർത്ഥ ദൈവസഭ കേട്ടോ. ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവരാണ് യഥാർത്ഥ ദൈവസഭ. അന്ന് ഈ ഒലിവൃക്ഷത്തെ ദൈവം, അല്ലെങ്കിൽ നിങ്ങളെ ഒലിവൃക്ഷമായി പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളികയിൽ 120 പേരടങ്ങുന്ന ഒലിവൃക്ഷത്തെ ദൈവം തെരഞ്ഞെടുത്തു. ആ 120 പേര് കൂടി ഇരുന്ന് ആരാധിച്ചപ്പോൾ അവിടെ അവരുടെ മേൽ അഭിഷേകം ഇറങ്ങി. പഴയ നിയമത്തിൽ ഒലിവെണ്ണയിലൂടെയാണ്, ഒലിവിന്റെ എണ്ണയിലൂടെയാണ് അഭിഷേകം നടന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നു. അങ്ങനെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് വന്ന വിവിധ മതക്കാര്, വിവിധ രാജ്യക്കാര്, അവർ യെരുശലേം ദേവാലയത്തിൽ വന്നപ്പോൾ അവിടെ വലിയ പെരുന്നാൾ നടക്കുക, യാഗങ്ങൾ നടക്കുക, മൃഗങ്ങളെ അറക്കുന്നുണ്ട്, അത് വേയിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 120 പേര് കൂടിയിരുന്ന മാളിക മുറിയിൽ ഒലിവ് വൃക്ഷങ്ങളായിരിക്കുന്ന 120 പേര് ഒന്നിച്ചങ്ങോട്ട് ആരാധിച്ചപ്പോൾ, സുഗന്ധം പരത്തുന്ന ഐശ്വര്യത്തിന് പ്രതീകമായിരിക്കുന്ന ഈ ഒലിവ് വൃക്ഷം ഒന്നിച്ച് ആരാധിച്ചപ്പോൾ ആ വലിയ ആരാധന ശബ്ദം യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് വന്നവരുടെ ഹൃദയത്തിലേക്ക് ചെന്നവരുടെ കാതുകളിലേക്ക് ചെന്നു. അത് കേട്ട മാത്രം ഒരു 3000 പേരിങ്ങോട്ട് ഓടി വന്ന് പത്രോസ് ആദിയായ ശിഷ്യന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവിടെ പത്രോസൊക്കെ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടണം. അന്ന് 3000-ഓളം പേർ സ്നാനപ്പെട്ടു എന്നാ കണ്ടോ. ജാതികളിൽ നിന്ന് ദൈവം യെരുശലേമിൽ വന്ന വലിയ ഉത്സവത്തിന്റെ നടുവിൽ ദൈവം 3000 ഒലിവ് വൃക്ഷങ്ങളെ കൂടെ തെരഞ്ഞെടുത്തു കണ്ടോ. അതാ ദൈവസഭയുടെ തുടക്കം. 3000 ഒലിവ് വൃക്ഷങ്ങളെ കൂടെ ദൈവം തെരഞ്ഞെടുത്തു. ഐശ്വര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ഒലിവ് വൃക്ഷങ്ങളെ ദൈവം അന്ന് തെരഞ്ഞെടുത്തു. അത് പിറ്റേന്നാൾ 5000-മായി. അങ്ങനെ ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നീ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പാണ്, ആ വിളിയാണ് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടാനുകൂടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങളെ ഒലിവ് വൃക്ഷങ്ങളായി തെരഞ്ഞെടുത്ത് അതിവിശിഷ്ടമായ വൃക്ഷമായിരിക്കുന്ന ഒലിവ് വൃക്ഷമായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് ദൈവസഭയിലാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒലിവെണ്ണ കൊണ്ടല്ല നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, പരിശുദ്ധാത്മാവിലാണ് നിന്നെ അഭിഷേകം ചെയ്ത് നിന്നെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഭൂമി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, രക്തം ചെയ്യും നിന്നെ ഉടച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ ഒരു പൈശാചിക ശക്തിക്കും, ഒരു ആഭിചാര മന്ത്രവാദ ശക്തികൾക്കും, ഒരു കൂടോത്രത്തിനും ശുദ്രത്തിനും നിനക്കെതിരെ കൊണ്ടുവരുന്ന ഒരു തന്ത്രങ്ങൾക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. നീ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷമാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്നെ തെരഞ്ഞെടുത്ത യേശു കർത്താവാ, നിന്നെ വീണ്ടെടുത്ത യേശു കർത്താവാ, നിനക്ക് വീണ്ടും ജന്മം തന്ന യേശുവാ, നിത്യജീവനെ തന്ന യേശുവാ, പാപപരിഹാരം തന്ന യേശുവാ, ദൈവത്തിന്റെ മകനാക്കി മാറ്റി യേശുവാ, അപ്പാ പിതാവിനെ വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിനക്ക് തന്ന യേശുവാ, നിന്നെ അഭിഷേകം ചെയ്ത യേശുവാ, പരിശുദ്ധാത്മാവിനെ തന്ന യേശുവാ. ഹല്ലേലൂയ. നിന്നെ ഒരു വർഷമായി തെരഞ്ഞെടുത്ത യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റുവാൻ, ഹല്ലേലൂയ,
ഓരോരുത്തർക്കും കഴിയില്ല കേട്ടോ. അങ്ങനെ അങ്ങ് വിശ്വസിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ആരാധിച്ച് ദൈവത്തെ ശരീരമൊന്ന് ആ നെടുമ്പാട് വീണിട്ടൊന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ, ഈ ലോകത്തിൽ കോടാനുകോടി ജനങ്ങളുടെ നടുവിൽ നിന്ന് എന്നെ ഒരു വർഷമായി അങ്ങ് തെരഞ്ഞെടുത്തല്ലോ, അതിവിശിഷ്ടമായ ഒരു വർഷമായി എന്നെ തെരഞ്ഞെടുത്തല്ലോ. എനിക്ക് ചുറ്റും ശത്രുപ്രഭനായിരുന്നപ്പോൾ, എന്റെ കുടുംബം മുഴുവൻ എതിർത്തപ്പോൾ, എന്റെ വീട്ടുകാർ മുഴുവൻ എതിർത്തപ്പോൾ, സുവിശേഷ മുഖാന്തരം അങ്ങേ ഞാൻ അറിഞ്ഞപ്പോൾ, അങ്ങയോട് ചേർന്നപ്പോൾ, എന്റെ ഭാര്യ എന്നെ വെറുത്തപ്പോൾ, ഭർത്താവിനെ വെറുത്തപ്പോൾ, എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടപ്പോൾ, എന്റെ നന്മകളെല്ലാം തടഞ്ഞു വെച്ചപ്പോൾ, സമൂഹം എന്നെ വെറുത്തപ്പോൾ, മതം എന്നെ നിന്ദിച്ചപ്പോൾ, എന്നെ അതിശ്രേഷ്ഠമായി ഒരു വർഷമായി അങ്ങനെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രമെന്ന് പറയണം കേട്ടോ. രക്തജയം. ഹല്ലേലൂയ. നിങ്ങളുടെ നിന്റെ മേലുള്ള ദൈവ വിളി ഒക്കെ ഓർത്ത് അപ്പൊ നമ്മള് ഹല്ലേലൂയ, ഒരു വർഷം വെള്ളത്തിൽ ചീഞ്ഞു പോകുകയില്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ അത് നിലനിൽക്കും. ഹല്ലേലൂയ. ഇപ്പൊ വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിൽ മനുഷ്യനെ മരത്തോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തക പല ഭാഗത്തും മനുഷ്യനെ മരത്തോട് ചേർത്തതായിട്ട് കാണാൻ കഴിയും. മരത്തോട് ചേർത്ത് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തു കുരുടന്റെ കുരുടന്റെ കണ്ണ് തുറന്നപ്പോൾ യേശുക്രിസ്തു ഒരു കുരുടന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈ വെച്ചു. നീ വല്ലതും കാണുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെയോത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. മർക്കോസ് സുവിശേഷം ഹല്ലേലൂയ 8-ാം അധ്യായം 23, 24 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ കുരുടന്റെ കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, കുരുടന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചപ്പോൾ അവനോട് നമ്മുടെ തമ്പുരാൻ ചോദിച്ചു, വാഴ്ത്തപ്പെട്ട കർത്താവ് ചോദിച്ചു, എടാ നീ വല്ലതും കാണുന്നോ മകനെ? അവൻ പറഞ്ഞു ഹല്ലേലൂയ. അവൻ മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഹല്ലേലൂയ, ആമേൻ, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് നിന്റെ ആത്മീയ കണ്ണ് തുറക്കണം. നിന്റെ കുരുടായ കണ്ണുകൾ മാറി നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിന്റെ അടിവാരത്തിൽ വെച്ച് ഹല്ലേലൂയ യേശു തന്നെ കുറിച്ച് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ ഒരു പച്ച മരമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അതേക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ സ്തോത്രം, ലൂക്കോസ് 23:31 വരുമ്പോൾ അവിടെ പറയാം, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനെ എന്ത് ഭവിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാരായ വേറെ 2 പേരെയും അവരോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. ഞാൻ അതിന്റെ ചരിത്രഭാഗത്തേക്ക് പോകുന്നില്ല, നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പം ക്രൂശിൽ കിടക്കുന്ന കർത്താവ് തന്നെ പച്ചമരത്തോട് തുല്യമാക്കി പറയുക. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പേരുകളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ നമ്മൾ അറിയാതെ തന്നെ ദൈവത്തെ സ്തുതിച്ചു പോകും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഹല്ലേലൂയ നിങ്ങളെ വൃക്ഷമായി കാണുന്നു. കർത്താവ് നിങ്ങളെ മനോഹരമായ വൃക്ഷങ്ങളായി കാണുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മനോഹരമായ വൃക്ഷങ്ങളായി കാണുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരണം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷം എന്ന് നിനക്ക് പേർ വിളിച്ചിരുന്നു. എന്നാൽ മഹാകോലാഹലത്തോടെ അവൻ അതിന് തീ വെച്ച് കളഞ്ഞു, അതിന്റെ കൊമ്പുകളും ഒടിഞ്ഞു കിടക്കും. അപ്പൊ എന്താണ് മനോഹരമായ ഹല്ലേലൂയ, മനോഹരമായ ഹല്ലേലൂയ സ്തോത്രം, മനോഹരമായ ഫലങ്ങളാൽ, മനോഹരമായ ഫലങ്ങളെ ശോഭിതമായ പച്ച ഒലിവൃക്ഷമെന്ന് ദൈവത്തിന്റെ പേര് വിളിച്ചിരിക്കുകയാണ്. അപ്പം മനോഹരമായ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ മനോഹരമായ ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷമാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനായി സ്വയം ബലഹീനനായി മാറുന്നേ? എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയാണ്, ഞാൻ ഒറ്റയ്ക്കായി പോയി, എന്നെ കരുതുവാൻ, എന്നെ സ്നേഹിപ്പാൻ, എന്നോട് മിണ്ടാൻ, എന്നോട് സംസാരിക്കാൻ എന്നെ ആരുമില്ല, ഞാൻ ഒറ്റ. എന്തിനാണ് സഹോദര സഹോദരി താങ്കൾ പിറുപിറുക്കുന്നത്? താങ്കളുടെ പിറുപിറുപ്പുകളൊക്കെ ദൈവം കാണുകയാണ്. മനോഹരമായ ഫലങ്ങളാൽ പച്ച ഒലിവൃക്ഷമായി നിനക്ക് പേരിട്ട് ദൈവം വിളിച്ച് ഐശ്വര്യത്തിന്റെ പ്രതീകമായി
മറ്റെല്ലാ വൃക്ഷങ്ങളെക്കാളും അതിവിശിഷ്ടമായ ഒരു മരമായി ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ആമീൻ ഫലം പുറപ്പെടുവിക്കുന്നവനായി നിന്നെ പേർ ചൊല്ലി ഇവിടെ വിളിച്ചാക്കി വെച്ചിരിക്കുമ്പോ നീ പിന്നെ ദൈവത്തിന് പിറുപിറുക്കരുത് കേട്ടോ. അല്ലേ? പിറുപിറുപ്പ് എന്ന് പറയുന്നത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. അല്ലേ? നീ എപ്പോഴെല്ലാം പിറുപിറുക്കുന്നു അപ്പോഴെല്ലാം സാത്താൻ നിന്റെ ഉള്ളിലുണ്ട്. അല്ലേ? എപ്പോഴെല്ലാം നീ പിറുപിറുപ്പോടുകൂടി മറ്റുള്ളവരെ കാണുന്നു ആ സമയങ്ങളിലെല്ലാം സാത്താൻ നിന്റെ നിന്റെ മേൽ ആധിപത്യം പുലർത്തുക. അല്ലേലിയ. അപ്പം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേരാണ് അല്ലേലിയ സ്തോത്രം. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷം എന്ന് നിനക്ക് പേര് വിളിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടാ ദാവീദ് പറഞ്ഞത്, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു എന്ന് ദാവീദ് പറഞ്ഞത്. രക്തം ചെയ്യാം. ഇനിയെങ്കിലും നിന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ദോവൈകിനെ പോലെ നിനക്കെതിരെ ശത്രു സൈന്യം വരാം. നിനക്കെതിരെ പരദോഷമായി, നിനക്കെതിരെ ഗൂഢാലോചനയായി, തന്ത്രങ്ങളുമായി ആളുകൾ വരും കേട്ടോ. ഹല്ലേലൂയ. അവിടെ നീ അതിവിശിഷ്ടമായ മനോഹരമായ ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷമായി നിനക്ക് പേരിട്ട് വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ സന്നിധി താഴ്ന്നു കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെയൊക്കെയാ കേട്ടോ. എന്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാ. ഈ പ്രഭാതത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കറിയുള്ളൂ, ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ്, നിങ്ങളൊക്കെ എഴുന്നേക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥന ആരംഭിക്കുന്ന വ്യക്തിയാണ് ദിനംതോറും കേട്ടോ. ഇന്നത്തെ ഈ വചനമൊക്കെ പ്രസംഗിക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ രാവിലെ കുറെ മെസ്സേജുകൾ വായിച്ച് കുറെ പേർക്കോട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരു ദൈവദാസൻ വിളിച്ചു. ദൈവദാസൻ പറഞ്ഞാൽ വെറും സാധാരണയല്ല, അദ്ദേഹം ഒരുപാട് സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അതിവിശിഷ്ടമായ ഒരു വൃക്ഷമായി ഇത് ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാപ്പച്ച എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമാവുച്ച എന്ന് പറഞ്ഞു. അല്ലേ, വളരെ സന്തോഷം. അദ്ദേഹം വിളിച്ച് എപ്പം വിളിച്ചാലും താങ്കൾക്ക് സന്തോഷം. ഞാൻ പറഞ്ഞു, ഞാനെപ്പോഴും ഒലിവൃക്ഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാനെപ്പോഴും ഒലിവൃക്ഷമായിട്ടിരിക്കുക, മനോഹരമായ ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷമായി ദൈവം എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഭാവിച്ചാൽ ഞാനെപ്പോഴും ഒലിവൃക്ഷമാണെന്ന് പറഞ്ഞു. അല്ലേ. എന്നിട്ട് എന്നെക്കുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നീ ആരാണ്? അല്ലേ സ്തോത്രം. ഇന്ന് പകൽ നീ ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. യേശു നിന്നോട് കൂടെയുണ്ട്. ലോകം നിന്നെ വെറുത്താലും ലോകം നിന്നെ മാറ്റിക്കളഞ്ഞാലും യേശു നിന്നോട് കൂടെയുണ്ട് കേട്ടോ. രക്തം ചെയ്യും. അല്ലേ. അപ്പം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പക്ഷേ നിങ്ങൾ ആ ഒരു മുൾച്ചെടിയെ പോലെ ആർക്കും പ്രയോജനമില്ലാത്തവനായിരിക്കുന്നുവല്ലോ, മാതാപിതാക്കന്മാർക്ക് ഭാരമായിരിക്കുന്നുവല്ലോ എന്നൊക്കെ കരുതി നിങ്ങൾ വിഷമിച്ചേക്കാം. ചില ആളുകൾ പറയും, എന്നെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല, ഞാനൊരു മുൾച്ചെടി പോലെ. ഹല്ലേലൂയ. ആർക്കും പ്രയോജനമില്ലാത്തവനായി, ആർക്കും പ്രയോജനമില്ലാത്തവനായി, മാതാപിതാക്കൾക്കോ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒന്നും പ്രയോജനമില്ലാത്തവനായി മാറി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പലരും കുറ്റപ്പെടുത്തിയേക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയേക്കാം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് കലങ്ങിയിരിക്കുമ്പോൾ എന്റെ കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഉപയോഗമുള്ള പ്രയോജനമുള്ള ഒലിവുമരമായി ഞാൻ ഇനിമേൽ നിങ്ങൾ ഫലം നൽകത്തക്ക നിലയിൽ ഹല്ലേലൂയ നിങ്ങളെ തെരഞ്ഞെടുത്തു. മുമ്പ് നിങ്ങൾ കാട്ടൊലിവായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ മുമ്പ് കാട്ടൊലിവായിരുന്നു. നിങ്ങളെ ക്രിസ്തുവാകുന്ന നല്ല ഒലിവിനോട് ചേർത്ത് ഞാൻ നിങ്ങളെ വീണ്ടെടുത്തുവെന്ന് കർത്താവ് പറയുക. മുമ്പ് നിങ്ങൾ ഹല്ലേലൂയ കാട്ടൊലിവായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പച്ച ഒലിവ്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അതിവിശിഷ്ടമായ ഹല്ലേലൂയ മനോഹരമായ ഒലിവ് മരമായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേർത്ത് നിങ്ങളെ പണിതിരിക്കുക. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ വീഥികളിലും ഈ വചനങ്ങളെയൊക്കെയും വിളിച്ചു പറയുക. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് ചെയ്തുകൊള്ളുവിൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടപെടാതെയും അവരോട് എന്റെ വാക്ക് കേൾപ്പീനെന്ന് പറഞ്ഞ് സാക്ഷീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങളെ അതിമനോഹരമായ ഒരു വൃക്ഷത്തോട് ചേർത്തിരിക്കുന്നു. ക്രിസ്തുവാകുന്ന ഒരു മരത്തോട് ചേർത്ത് നിന്നെ ഒട്ടിച്ചിരിക്കുക. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നേ, കർത്താവിന്റെ സൃഷ്ടിയിൽ 3 മരങ്ങൾ വളരെ മുഖ്യമാണ്. കർത്താവിന്റെ സൃഷ്ടിയില് 3 മരങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. 1 ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അത്തിമരം. 1 അത്തിമരം, 2 മുന്തിരിവള്ളി, 3 ഒലിവൃക്ഷം. അപ്പം ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈ 3 മരങ്ങൾ
വളരെ മുഖ്യമായവയാണെന്നത് നമ്മൾ വേദവസ്തം വായിക്കാൻ കഴിയും. അത്തിമരം എന്ന് പറയുന്നത് ഇസ്രായേലരുടെ സമുദായ ജീവിതത്തെ കാണിക്കുക. അത്തി എന്ന് പറയുന്നത് ഈ യഹൂദരെയും ഇസ്രായേലിനെ അഥവാ അവരുടെ സാമുദായികമായ ഇടപാടുകളും ജീവിതങ്ങളും അവരുടെ ആചാരങ്ങളെയും അവരുടെ രീതികളെയും കുറിച്ച് പറയുന്ന അത്തിയെ കുറിച്ച് പറയുമ്പോൾ അത്തിയെ നോക്കി ഉപമ പഠിപ്പിച്ച അകത്തേക്ക് നോക്കി പോകാൻ സമയമില്ല. അപ്പൊ യഹൂദനെ ഇവിടെ അത്തിയോട് ചേർത്ത് അവന്റെ ജീവിതത്തോട് ചേർത്ത് പറയുക. രണ്ടാമത്തെ മുന്തിരിവള്ളി എന്നാ പറയുന്നത്. മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരണം. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എനിക്ക് കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കി കളയുന്ന കായ്ക്കുന്നൊക്കെ അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാകുന്നപ്പോഴേ മുന്തിരിവള്ളി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പം യഥാർത്ഥ പാമേലൊരു ഒലിവായിരിക്കുന്ന ക്രിസ്തുവിനോട് മുന്തിരി വള്ളിയോട് ചേർത്താണ് അല്ലേലിയ ദൈവം നമ്മെ അല്ലേലിയ നമ്മെ പണിതിരിക്കുന്നത്. യഥാർത്ഥമായ ഒലിവിനോടും മുന്തിരിവള്ളിയോടും ചേർത്ത് ദൈവം പണിയുന്നത്. അല്ലേലിയ സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം അല്ലേലിയ ദൈവവചനം ഇങ്ങനെ വായിക്കുന്നത്. അപ്പം ഒലിവൃക്ഷമോ അഭിഷേകത്താൽ നിറഞ്ഞ ആത്മീയ ജീവിതത്തിന്റെ അടയാളമാണ്. അല്ലേലിയ പഴയ നിയമത്തിൽ ഒലിവെണ്ണ കൊണ്ടാണ് അഭിഷേകം ചെയ്തിരുന്നത്. പുതിയ നിയമത്തിൽ ഒലിവ് എന്ന് പറഞ്ഞ അഭിഷേകത്തെ കാണിക്കുക. അഭിഷേകത്താൽ നിറയപ്പെട്ട ആമി ക്രിസ്ത്യ ജീവിതത്തെ അത് കാണുന്നത്. ഇവിടെ ഒലിവെണ്ണ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനാല നമ്മെ അഭിഷേകം ചെയ്തത്. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒരു വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കെ എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ ഭാഗം കാണാൻ കഴിയും. എന്റെ 6 തൊട്ടുള്ള വാക്യം വായിച്ച കാണാൻ. അതിന്റെ ശേഷം ശേഖേമിലെ സകല പൗരന്മാരും മില്ലോഗ്രഹം ഒക്കെയും ഒരുമിച്ച് കൂടി ചെന്ന് ശേഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിങ്കിൽ വെച്ച് അബീമേലെക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരിസി മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാ എന്തെന്നാൽ അവിടെ എങ്ങനെ ഇരിക്കുന്നത്, ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സകല സങ്കടങ്ങളും കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേട്ടുകൊള്ളുവീൻ. എന്നിട്ട് പറയാം, പണ്ട് ഒരിക്കൽ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒരു വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് ഒരു വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ അടുക്കൽ ആടുവാൻ പോകുമോ എന്ന് ഒരു വൃക്ഷം പറയുന്നതായിട്ടൊരു ഉപമ കാണാൻ കഴിയും. എന്താണ് നമുക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നത്? ഇവിടെ നമുക്ക് കഴിയുന്നത് ഒരു വൃക്ഷം രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പച്ചവൃക്ഷങ്ങളോട് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ സോദര, എന്നാൽ ഒരു വൃക്ഷം ആ സന്ദർഭത്തെയും ആ പദവിയെയും സ്നേഹപൂർവ്വം നിഷേധിച്ചു കളയുക. ഒലിവെന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായ വൃക്ഷമാണ്. ആ ഒലിവെണ്ണയിൽ നിന്നാണ് അഭിഷേകം ചെയ്യുന്നത്. ആ ഒലിവിനോട് അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാൻ പറഞ്ഞപ്പോൾ ആ മനോഹരമായ സ്വീകരണത്തെ, ആ മനോഹരമായ വാഗ്ദത്തത്തെ നിഷേധിച്ചു കളയുക. നിഷേധിച്ചു. ദൈവവും മനുഷ്യനും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ ഇടയിൽ ആടുവാൻ പോകുമോ എന്ന് ഒലിവ് ചോദിക്കുക. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന അഭിഷേകം അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിനായിട്ട് നീ പ്രയോജനപ്പെടുത്തണം. ഒലിവ് എന്ന് നിന്നെ വിശേഷിപ്പിച്ച് ഇവിടെ ആക്കിയിരിക്കുമ്പോൾ, ഒലിവ് അഭിഷേകത്തെ കാണിക്കുമ്പോൾ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയും നീ മറ്റൊരാൾക്ക് പ്രയോജനമാകത്തക്ക നിലയിൽ നീ അത് ഉപയോഗിക്കണം. ഒലിവ് വൃക്ഷം അത് നിഷേധിച്ച് കളഞ്ഞതുപോലെ നീ നിഷേധിച്ച് കളയാതെ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് 128-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 128-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കുറ്റും ഒലിവുതൈകൾ പോലെയും. ഇവിടെ കുടുംബത്തുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തുള്ള ബന്ധത്തിൽ ഭാര്യയെ ഹല്ലേലൂയ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായി, ഹല്ലേലൂയ ഫലപ്രദമായ മുന്തിരിവള്ളിയായി മക്കളെ ഒരു വൃക്ഷത്തോട് ചേർത്ത് ഇവിടെ പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. അതെ, ഒലിവ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തതാണ് ഒലിവ്. ആ ഒലിവിനെ നോക്കിക്കൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാനും ദൈവത്തിന്റെ ആലയ്ക്ക് തഴച്ചിരിക്കുന്ന ഒലിവ് പോലെയാകുന്നു. അതിവിശിഷ്ടമായ ഒലിവ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നല്ലൊരു ഒലിവ് മരമായിട്ടാണ്.
ഹല്ലേലൂയ. നിന്റെ പേര് ഒലിവന്ന ഇന്നും തൊട്ട കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവസന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി നിന്നെ സമർപ്പിച്ചു കൊടുക്കണം. അപ്പൊ അവന്റെ ഭാര്യയെ ഫലപ്രദമായി മുന്തിരിവള്ളിയോടും മക്കളെ ഒലിവ് തൈകളോട് ഉപമിക്കുന്നു. ഭാര്യയുടെ സ്ഥാനം വീട്ടിനകത്തും മക്കളുടെ സ്ഥാനം മേശയ്ക്ക് ചുറ്റുമാണ്. ഭാര്യ സന്തോഷം നൽകുന്ന മുന്തിരിവള്ളിയും മക്കൾ ആശ്വാസവും ബലവും പകരുന്ന ഒലിവ് തൈകളുമാണ്. ഇത് ഹല്ലേലൂയ മേശ കൂട്ടായ്മയെ കാണിക്കുന്നു. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് മക്കൾ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയും കൂട്ടായ്മയും ഉള്ള ഭവനം തീർച്ചയായും ഒരു മാതൃകയായിരിക്കും. അത് തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും. രക്തചയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം വായിച്ച വചനത്തിലേക്ക് വരികയാണ്. ദാവീദിനെതിരെ ദോവേഗ് ദുരാരോപണമായി ശൗലിന്റെ അരികെ ചെന്നപ്പോൾ ദാവീദ് പറഞ്ഞത്, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആകുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നേക്കും ആശ്രയിക്കുമെന്നു എന്ന്. അതേ നിരക്കെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ, ശത്രു പ്രബലനായി മാറുമ്പോൾ നീ പതറിപ്പോകാതെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം നിന്നെ ഒരു വൃക്ഷമായി തെരഞ്ഞെടുക്കുക. നിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാം, കർത്താവേ, എന്നെ അങ്ങനെ ഒരു വർഷമായി തെരഞ്ഞെടുത്തല്ലോ. കോടിക്കണക്കിന് വൃക്ഷങ്ങളുടെ ഈ ഒരു വൃക്ഷത്തെ തെരഞ്ഞെടുത്ത് ഹല്ലേലൂയ ആ ഒരു വൃക്ഷത്തെ മനോഹരമായി അങ്ങ് കണ്ട മനോഹര ഫലങ്ങളാൽ കാമി ശോഭിതമായ പച്ച ഒലിവായി അങ്ങ് കണ്ട പേരെനിക്കിട്ട് വിളിച്ചിരിക്കുമ്പോൾ കർത്താവി അങ്ങയുടെ സന്നിധിയെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രതിയോഗി ശത്രു എനിക്ക് വളരെയുണ്ട്. അതിന്റെ തലയിൽ പതറിപ്പോകാതെ ദാവീദിനെ പോലെ ആലയത്തിന് ചുറ്റും ആലയത്തിന്റെ പരിസ്ഥിതി അടച്ചിട്ട് ഒലിവായി തിരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവസന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇതുവരെ കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കാൻ കഴിയാതെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, ഭൗതികമായി എല്ലാം നീ തളർന്നിരിക്കുക. അപ്പോൾ ഇന്ന് പകൽ കർത്താവ് നിന്നെ തഴച്ചിരിക്കുന്ന ഒരിവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുക. നിന്റെ സകല ഭാരങ്ങളും മാറും, സകല ദുഃഖങ്ങളും മാറും, സകല സങ്കടങ്ങളും മാറ്റി നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു സമൃദ്ധിയുടെ അനുഭവത്തെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് നിങ്ങൾ പറഞ്ഞ കർത്താവേ, ഒരു തഴച്ചിരിക്കുന്ന ഒരു എന്റെ കുടുംബത്തെ പണിയണമേ, എന്റെ മക്കളെയും പണിയണമേ. ഈ കഷ്ടം മാറണം, സങ്കടം മാറണം, ഈ രോഗം മാറണം, ഈ ബന്ധനങ്ങൾ അഴിയണം. ഞങ്ങൾക്കൊരു സമാധാനം ആവശ്യമാണ്, ഒരു അനുഗ്രഹം ആവശ്യമാണെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് സകലരെ ഞങ്ങളുടെ കരങ്ങളിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിയിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയ ചെറിയ ഏറ്റ ധനാഢ്യന്മാരെയും വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, വർണ്ണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖല, വിവിധ ഗോത്ര വിഭാഗങ്ങളെ, കർത്താവി, കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന BSF, CRP, ഞങ്ങളുടെ ക്രമസമാധാന പാലകർ, നിയമ നിർമ്മാണ രംഗത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, കരസേന, കർത്താവി, സ്വാതന്ത്ര്യം, ജുഡീഷ്യറിക്കായി, പോലീസിന്റെ വിവിധ വകുപ്പുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയിൽ, കടലിൽ, ആകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യുന്ന വാഹന നിർമ്മിതാക്കൾ, അതിന്റെ സെയിൽസുകാരെ, കടലോര വാസികളും തീരദേശവാസികളെയും, മത്സ്യബന്ധത്തിന്റെ കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആളുകൾ ജോലി ചെയ്യുന്നവർ, കനികളിലും കമ്പനികളിലും ഫാക്ടറികൾ ജോലി ചെയ്യുന്ന വലുതും ചെറുതുമായ എന്റെ വ്യാപാരികൾ, വ്യവസായികളെയും എന്റെ കർണായിക്കപ്പം വലിയൊരു കച്ചവടക്കാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്നവർ, കർത്താവി, സ്തോത്രം, സഹകരണമേലും പൊതുമേഖലയിലും, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, ഹല്ലേലൂയ, മദ്യത്തിൽ, മയക്കുമരുന്ന്, ലഹരിമരുന്ന് അടിമപ്പെട്ട് കിടക്കുന്നവർ, കുടുംബ നഷ്ടങ്ങൾ തകർന്നവർ, കുടുംബജീവിതം തകർന്നവർ, കർത്താവി, ഇരുളിന്റെ ആധിപത്യം വീട് കിടക്കുന്നവർ, സാത്താന്റെ ബന്ധിരത ബന്ധിക്കൂടെ രോഗികളായി കിടക്കുന്നവർ എല്ലാം ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിൽ കിടന്നൊരു കഴിയാതെ ഭാരം സാലറി കിട്ടാത്തവർ, വിദേശ രാജ്യം വീട്ടുജോലിയെ കടന്നുപോയി കഷ്ടം സഹിക്കുന്ന വേദന്റെ പീഡനുഭവി സൗരന്മാർ അതിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ കേസുകൾ ജയിലിൽ കിടക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവി, സ്തോത്രം. ഹല്ലേലൂയ. മത, സാമൂഹിക, സംസ്കാര, സംഘടന രംഗത്ത്, ചരിത്രമാധ്യമ എവിടെ രംഗത്ത് നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളെ ഓർക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവി, സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, യൗവനത്തിന്, വാർത്തയ്ക്ക്, രസമ, യാചി, റോട്ടിലെ ജോർഡൻ തടവറയിലായിരിക്കുന്നവർക്കായി കഷ്ടതയുടെ നദിയിലൂടെ കടന്നുപോകുന്ന സകല മനുഷ്യരെയും
അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഈ ജനത്തെ കർത്താവ് തെരഞ്ഞെടുത്ത് പാലുക തഴച്ചിരിക്കുന്ന ഒരു വർഷമായി അങ്ങ് ആലയത്തോട് ചേർത്ത് പണിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ കഷ്ടതകൾ മാറട്ടെ, കടങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനം കഴിയട്ടെ, സാമ്പത്തികമായ ക്ലേശങ്ങൾ മാറട്ടെ, കുടുംബത്തെ അലട്ടുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, തലമുറയെ തകർക്കുന്ന സകല പൈശാചിക ശക്തികളിൽ വിട്ടിപ്പിക്കണമേ. ഈ കാലവർഷം കർത്താവിലേക്ക് അനുഗ്രഹമാക്കണമേ. വെള്ളപ്പൊക്കങ്ങളോ ദുരിതങ്ങളോ ദേമാരിയോ ഇല്ലാതെ, നാശനഷ്ടങ്ങളോ ജീവഹാനി ഇല്ലാതെ കർത്താവ് ഈ കാലവർഷത്തെ അനുകൂലമാക്കി തരും പ്രാർത്ഥിക്കുന്നു. റോഡുകളെല്ലാം വെള്ളം കൊണ്ട് നിറയപ്പെട്ട് കുണ്ടും കുഴിയുമായി അപകടങ്ങളില്ലാതെ ദൈവം സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ സൂക്ഷിക്കണം, വാഹനങ്ങളെ സൂക്ഷിക്കണം, സ്കൂളുകളെ സൂക്ഷിക്കണമേ. എല്ലാവരും അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.